മോദി സർക്കാരിനെ അധികാരത്തിലേറ്റാതിരിക്കാനുള്ള 50 കാരണങ്ങൾ. ക്രൂഡ് ഓയിൽ വില താണപ്പോഴും ന്യായീകരണങ്ങളില്ലാതെ ഇന്ധനവില കൂട്ടി പൊതുജനത്തിന്റെ ദുരിതമേറ്റി. 2014 ഇരട്ടിയായി പാചകവാതക വില 800 കടത്തി കുടുംബങ്ങളെ തളർത്തി. ഏഷ്യയിലെ ഏറ്റവും വിനിമയ മൂല്യം കുറഞ്ഞ കറൻസികളിലൊന്നായി രൂപയെ തകർത്തു. റെയിൽവേ യാത്രാക്കൂലി വർദ്ധിപ്പിച്ച് സാധാരണ യാത്രക്കാരെ പ്രയാസപ്പെടുത്തി. 5 നിന്ന് 10 രൂപയാക്കി മിനിമം ചാർജ്. ഇത്ര കൂലി വർദ്ധിപ്പിക്കുന്നത് ചരിത്രത്തിൽ ആദ്യം. റെയിൽവേയിലെ ചരക്ക് ഗതാഗത കൂലി 10% ഉയർത്തി കച്ചവടക്കാരെ കഷ്ടപ്പെടുത്തി. വ്യാപകമായ വർഗീയ സാമുദായിക ധ്രുവീകരണം നടത്തി സാമുദായിക പാരസ്പര്യത്തെ തർത്തു. സമ്പദ് വ്യവസ്ഥയെ തകർത്ത നോട്ട് അസാധുവൽക്കരണം നടത്തി പൊതുജനത്തെ ദുരിതക്കയത്തിലേക്ക് എറിഞ്ഞു. 50 ദിവസം തരൂ, നോട്ട് അസാധുവൽക്കരണ തീരുമാനം തെറ്റായിരുന്നുവെന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ പൊതുജനം തരുന്ന ഏത് ശിക്ഷയും സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് വീമ്പ് പറഞ്ഞയാൾക്ക് ഇപ്പോൾ അതൊന്നും ഓർമ്മയിലില്ല. രാജ്യത്തിന് 3 ലക്ഷം കോടിയുടെ നഷ്ടം വരുത്തി ആഭ്യന്തര ഉൽപാദന വളർച്ചയിൽ 2% കുറവ്. കള്ളപ്പണം 100 ദിവസത്തിനകം തിരികെ എത്തിക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല. പൊതുജനത്തെ വിഡ്ഢികളാക്കി വൻതോക്കുകളെ സംരക്ഷിച്ചു. 2 കോടിയോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് ഉള്ള തൊഴിലും ഡിമോണിറ്റൈസേഷനിലൂടെ ഇല്ലാണ്ടാക്കി. 1 ലക്ഷം തൊഴിൽ പോലും ഇതുവരെ സൃഷ്ടിക്കാനായില്ല. റാഫേൽ ഇടപാടിലൂടെ കോടികളുടെ കൊള്ള നടത്തി രാജ്യത്തെ കട്ടുമുടിക്കുന്നു. 268 കോടി രൂപ വരുന്ന ഭൂമി വെറും 58 കോടിക്ക് പതഞ്ജലിക്ക് നൽകി അഴിമതിക്കടലിൽ നീന്തിത്തുടിക്കുന്നു. ലോൺ അടക്കാൻ കഴിയാതെ കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോൾ കോർപ്പറേറ്റുകളുടെ കടം എഴുതിത്തള്ളുന്നു കർഷകരുടെ അന്തകൻ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം കർഷകരുടെ ആത്മഹത്യാ നിരക്ക് 40% വർദ്ധിച്ചു. കർഷകരുടെ കശാപ്പുകാരൻ തെറ്റായ രീതിയിൽ GST നടപ്പിലാക്കി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ കോട്ടം വരുത്തി. ആഗോള സാമ്പത്തിക മാന്ദ്യത്തെ വരെ അതിജീവിച്ച ബാങ്കുകൾക്ക് കോടികളുടെ കടബാധ്യത വരുത്തി ബാങ്കിംഗ് മേഖലയെ താറുമാറാക്കി. പെട്രോളിന് 200%, ഡീസലിന് 400% ടാക്സ് ചുമത്തി പൊതുജനത്തെ വെള്ളം കുടിപ്പിച്ചു. കാർഷിക രംഗത്തെ വളർച്ചയിൽ നിന്ന് തളർച്ചയിലേക്ക് കൊണ്ടുപോയി കർഷകരുടെ ഉറക്കം കെടുത്തി. കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ $900 കോടി കുറവ്. 191 ധീര ജവാന്മാരുടെ ജീവൻ നഷ്ടമാക്കി. കാശ്മീരിൽ മാത്രം 42% ഭീകരപ്രവർത്തനങ്ങളിൽ വർധനവ് രാജ്യസുരക്ഷയെ ഭീഷണിയിലാക്കി. കാശ്മീരിൽ ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട സാധാരണ പൗരന്മാരുടെ എണ്ണത്തിൽ 37% വർധനവ്. എന്നിട്ട് ചൌക്കിദാറാണെന്ന് വീമ്പ്. 500 ഏക്കറിന് പകരമായി ബംഗ്ലാദേശിന് 1000 ഏക്കർ നൽകിയതുപോലുള്ള അശക്തമായ വിദേശ നയങ്ങൾ പേറുന്നവർ. ബാങ്കുകളിലെ നിഷ്ക്രിയ ആസ്തികൾ 2 ലക്ഷം കോടിയിൽ നിന്ന് 10 ലക്ഷം കോടിയായി വർദ്ധിച്ചു. കള്ളൻ നീരവ് മോദിയെ ഇന്ത്യയിൽ നിന്നും രക്ഷപ്പെടാൻ അനുവദിച്ചു ചൌക്കിദാർ. രാജ്യത്തെ ബാങ്കുകളെ വിഡ്ഢികളാക്കിയ വിജയ് മല്യയും വിക്രം കോത്താരിയും മേഹുൽ ചോക്സിയും നീരവ് മോദിയുമൊക്കെ വിദേശത്ത് അടിച്ചു പൊളിക്കുന്നു. സ്വിസ് ബാങ്കിലെ ഇന്ത്യക്കാരുടെ നിക്ഷേപങ്ങളിൽ 50% വർധനവ്. വൻ തോക്കുകൾ വിലസുന്നു. പട്ടിണി പട്ടികയിൽ 119 രാജ്യങ്ങളിൽ ഇന്ത്യക്ക് 100ാം സ്ഥാനം. യുദ്ധം തകർത്ത ഇറാഖ് പോലും ഇന്ത്യക്ക് മുകളിൽ. പട്ടിണിക്കാരെ ചൌക്കിദാർ കണ്ടതേയില്ല. ആശുപത്രികളിൽ നിന്ന് വീട്ടിലേക്ക് മരിച്ചുപോയ മനുഷ്യരെ ചുമലിൽ ഏറ്റേണ്ടി വരുന്ന ഗ്രാമങ്ങളുള്ളപ്പോൾ പശുക്കൾക്ക് ആംബുലൻസ് സർവീസ്. മരമണ്ടൻ മുൻഗണനാ ക്രമങ്ങൾ. ആൾക്കൂട്ട കൊലപാതകങ്ങൾ സാർവത്രികമായി. കാവൽക്കാരൻ കണ്ടില്ലെന്ന് നടിക്കുന്നു. പശുയിറച്ചിയുടെ പേരിൽ ആളുകൾ കൊല്ലപ്പെടുന്നു. പക്ഷേ പശുയിറച്ചി കയറ്റുമതിയിൽ ഇന്ത്യ 1ാം സ്ഥാനത്തും. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ബീഫ് കയറ്റുമതിയിലെ മികച്ച നേട്ടത്തിന് അലൻസൺ പ്രൈവറ്റ് ലിമിറ്റഡിന് ഗവൺമെന്റ് വക വജ്ര സമ്മാനം. മലേഗാവ് ബോംബ് സ്ഫോടന ദൃസാക്ഷി അപ്രത്യക്ഷമായി. 28 വർഷം തടവിന് വിധിക്കപ്പെട്ട മായ കോഡ്നാനി മന്ത്രിയായി. നിയമത്തിലും അരിച്ചു കീറുന്ന ഫാഷിസം.
നേപ്പാളിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് 6000 കോടിയുടെ റിലീഫ് പാക്കേജ്. കേരളത്തിന് വെറും 600 കോടി. വിലക്കയറ്റം എക്കാലത്തെയും റെക്കോർഡിൽ. സാധാരണക്കാർക്ക് പട്ടിണി മാത്രം. ഗംഗയുടെ ശുചീകരണത്തിന് 7000 കോടി ചെലവഴിച്ചെന്നു കണക്കുകൾ. പക്ഷേ ഗംഗ ഇപ്പോഴും പഴയപടി. എവിടെ പോയോ എന്തോ. മോദിയുടെ സ്വന്തം മണ്ഡലം വാരാണസി ലോകത്തെ ഏറ്റവും കൂടുതൽ വായുമലിനീകരണമുള്ള 20 പട്ടണങ്ങളിലൊന്ന്. ബിജെപി പ്രസിഡന്റ് അമിത്ഷായുടെ മകൻ ജയ് അമിത്ഷായുടെ കമ്പനി സ്വത്തിൽ ഒരു വർഷം കൊണ്ട് 16,000 ഇരട്ടി വർധനവ്. ഒന്നുകൂടി പറയാം, 16,000 ഇരട്ടി വർധനവ്. കണ്ണ് തള്ളിപ്പോയോ? നോട്ട് അസാധുവൽക്കരിച്ച ആദ്യ 5 ദിവസങ്ങളിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ അലഹബാദ് കോഓപ്പറേറ്റീവ് ബാങ്ക് മാറ്റിയത് 750 കോടി രൂപയുടെ മൂല്യം വരുന്ന പഴയ നോട്ടുകൾ. നബാർഡിന്റെ കണക്കനുസരിച്ച് 2.5 ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്ത ഗുണഭോക്താക്കൾ 0.09% മാത്രം. 2012 അമിത്ഷായുടെ സ്വത്ത് 1,90,00,000. 2017 അത് 20 കോടിയായി. മേക്ക് ഇന്ത്യ മുൻ സർക്കാരിന്റെ പദ്ധതി പേരുമാറ്റി ഇറക്കിയത്. ഇന്ത്യയുടേതാണ് ലോകത്തെ ഏറ്റവും സങ്കീർണമായ GST സിസ്റ്റം. കച്ചവടക്കാർക്ക് മൊത്തം തലവേദന നൽകി. 9 വർഷത്തിൽ മൻമോഹൻ വിദേശ യാത്രകൾക്ക് ചെലവഴിച്ചത് 642 കോടി. മോദി ഇപ്പോൾ തന്നെ 1484 കോടി ചെലവഴിച്ചു. വേറെ ഒരു പണിയുമില്ല. ആധാർ വിവരങ്ങൾ മൊത്തം ചോരുന്നു. ആളുകളുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശത്തിനുമേൽ കടന്നുകയറ്റം. നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിക്കില്ലെന്ന് 2012 പ്രഖ്യാപിച്ചു മോദി. 2016 അധികാരത്തിൽ വന്നതിന് ശേഷം 100% നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിച്ച് BJP. ഭരണത്തിലെ 4 വർഷത്തെ 1475 ദിവസത്തിനിടയ്ക്ക് 800 ദിവസം പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു മോഡി. 200 ദിവസം വിദേശത്തായിരുന്നു. പാർലമെന്റിൽ വന്നത് 19 ദിവസം മാത്രം. കുറ്റവാളികളെ രാഷ്ട്രീയത്തിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് ആദ്യ പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു മോദി. മോദി സർക്കാരിലെ 3-1 ക്രിമിനൽ കേസുകളിൽ അകപ്പെട്ടിട്ടുണ്ട്. BJPക്ക് സ്വാധീനമില്ലാത്ത കേരളവും തമിഴ്നാടുമൊക്കെയാണ് വികസനത്തിൽ മുൻപന്തിയിൽ. ബുദ്ധിപൂർവമായിരിക്കട്ടെ നമ്മുടെ തീരുമാനം.